ഗാസ ഇസ്രയേൽ യുദ്ധം അവസാനിച്ച ഉടൻ തന്നെ പുനർനിർമ്മാണം സംബന്ധിച്ച സമഗ്ര പദ്ധതി നടപ്പാക്കുമെന്ന് US പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്. ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിന് ശേഷമായിരുന്നു വിറ്റ്കോഫിന്റെ പ്രതികരണം. യോഗത്തിൽ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറും പങ്കെടുത്തു. പലസ്തീന്റെ സാമ്പത്തിക വികസന ലക്ഷ്യത്തോടെ നിരവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ടോണി ബ്ലെയർ. ഗാസയിൽ നിന്നും ഹമാസിനെ ഒഴിവാക്കാനുള്ള ഇസ്രയേൽ സൈനിക നടപടികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് അമേരിക്കയിൽ യോഗം നടന്നത്. വിശദാംശങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, അമേരിക്കയിൽ നടന്ന യോഗത്തിൽ എത്രത്തോളം നിർണായകമായ തീരുമാനങ്ങളാണ് സ്വീകരിച്ചത്? സുരേഷ്, ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം അമേരിക്കയിൽ ട്രംപിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ തീരുമാനമുണ്ടായത് എന്ന് പറയുന്നത് ഉടൻ തന്നെ, അതായത് വൈകാതെ തന്നെ ഇസ്രയേലിന്റെ സൈനിക നടപടി ഗാസയിൽ പൂർത്തിയാകുകയും ഗാസയിൽ നിന്നും ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുകയും ചെയ്യുന്ന നിമിഷം തന്നെ പുനർനിർമ്മാണം ആരംഭിക്കുമെന്ന നിലപാടാണ് അറിയിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ നേരത്തെ നമുക്കറിയാവുന്നതാണ്, വിവിധ തരത്തിലുള്ള ചില നടപടികളുടെ ഭാഗമായുള്ള നീക്കങ്ങൾ നടന്നിരുന്നു. വെടിനിർത്തൽ ധാരണയുടെ ഒരു ഘടകവും ഇതായിരുന്നു. അതായത് 3 ഘട്ടമായി നടക്കുന്ന വെടിനിർത്തൽ ധാരണയിൽ 3-ാം ഘട്ടത്തിലാണ് ഈ ഗാസയുടെ പുനർനിർമ്മാണം നടക്കുക എന്ന ഒരു നിലപാട് നേരത്തെ തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഇരു രാജ്യങ്ങളും. അതുപോലെ തന്നെ മധ്യസ്ഥ രാജ്യങ്ങളുടെയും നേതൃത്വത്തിൽ അത്തരത്തിലൊരു തീരുമാനവും ഉണ്ടായിരുന്നു. ആ തീരുമാനത്തിലേക്ക് നീങ്ങുന്ന ചില നടപടികളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡൊണാൾഡ് ട്രംപിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. ഇന്നലെ ഈ യോഗം നടക്കുമെന്ന സൂചന നൽകുകയും യോഗത്തിന് ശേഷം ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പശ്ചിമേഷ്യയിലേക്കുള്ള ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ഇക്കാര്യത്തിൽ ഒരു നിലപാട് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. യുദ്ധം അവസാനിക്കുന്ന നിമിഷം, അതായത് ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കി യുദ്ധം അവസാനിക്കുന്ന നിമിഷം തന്നെ പുനർനിർമ്മാണത്തിനുള്ള പദ്ധതികൾ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും നിർണായകമായ ഒരു ഘടകം ടോണി ബ്ലെയർ യോഗത്തിൽ പങ്കെടുത്തു എന്നതാണ്. നമുക്കറിയാവുന്നതാണ്, അദ്ദേഹം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറിയതിനു ശേഷം തുടർച്ചയായി ഈ പ്രശ്നത്തിൽ ഇടപെടുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഇരട്ട രാഷ്ട്ര പരിഹാരം എന്ന, അതല്ലെങ്കിൽ ട്വിൻസ് നേഷൻ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ആശയത്തിലൂന്നിയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതിന്റെ ഭാഗമായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാലസ്തീനും അതുപോലെ തന്നെ ഇസ്രയേലും എന്ന 2 രാജ്യങ്ങൾ നടപ്പാക്കണമെന്ന ഒരു ആവശ്യമാണ് ലോക സമൂഹത്തിന് മുന്നിൽ ഉയർന്നിരുന്നത്. എന്നാൽ പാലസ്തീൻ അതോറിറ്റിയെ, നിലവിലെ വെസ്റ്റ് ബാങ്കിലെ പാലസ്തീൻ അതോറിറ്റിയെ അധികാരമേൽപ്പിക്കാൻ സാധ്യമല്ല എന്നൊരു നിലപാട് ഇസ്രയേൽ അറിയിക്കുകയും ഒരു സ്വതന്ത്ര ഏജൻസി അല്ലെങ്കിൽ സ്വതന്ത്ര സംവിധാനം ഭരണമേൽക്കണമെന്നൊരു ആവശ്യവും മുന്നോട്ട് വെച്ചിരുന്നു. ഈ വിഷയങ്ങളെല്ലാം ആയിരിക്കും ഒരുപക്ഷെ ടോണി ബ്ലെയർ കൈകാര്യം ചെയ്യുക എന്ന വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ട ഉടൻ തന്നെ പുനർനിർമ്മാണം സാധ്യമാക്കുക, നേരത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് സൂചിപ്പിച്ചതുപോലെ ഗാസയെ ഒരു കടലോര വിശ്രമ കേന്ദ്രമാക്കുക, അല്ലെങ്കിൽ അത്രയും ശാശ്വത സമാധാനമുള്ള ഒരു പ്രദേശമാക്കുക എന്ന നടപടിയിലേക്ക് നീങ്ങുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും സ്റ്റീവ് വിറ്റ്കോഫിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്.